ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ലൊരു സ്ട്രോബെറി പുഡിംഗ് ആയിട്ടാണ് കേട്ടോ. അത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഇത് ചൂടത്ത് കഴിക്കാൻ ബ്യൂട്ടിഫുള്ളാണ്, കഴിക്കാൻ അതിമനോഹരമായി തിന്നും നമുക്ക്. നല്ല തണുപ്പ വയറിന്. ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം ആദ്യം. ഇത് സ്ട്രോബെറി പൊടി ഇല്ല, നമ്മൾ സ്ട്രോബെറി പൊടി പാക്കറ്റ് മേടിച്ചിട്ട് അത് നേരി ചുടുവെള്ളത്തിൽ ഒന്ന് കലക്കി വെക്കുക. കലക്കി വെച്ചാൽ നമ്മളടുത്ത് എന്ത് ഫ്രൂട്ടാണ് ഉള്ളത് ആ ഫ്രൂട്ടൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കട്ടോ. നല്ല രസമാണ് ഇത് കഴിക്കാൻ. നല്ല തണുപ്പിക്കണം അതിട്ടോ. തണുപ്പിച്ചാലത് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മധുരം ഇട്ട് കൊടുക്കട്ടോ. ഞാൻ മധുരം ഇട്ട് കൊടുത്തില്ല, എനിക്ക് മധുരം പറ്റാത്തതുകൊണ്ട്, ഷുഗർ ഉള്ളതുകൊണ്ട്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കട്ടോ. അത് നന്നായിട്ട് കലക്കുക. അതിന് ശേഷം പിന്നെ മാംഗോ എന്താ നമ്മളെ അടുത്തുള്ള ഫ്രൂട്ട്സ് അത് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കുക. 4 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത് കിട്ടും. ഇതിങ്ങനെ ചൂടത്ത് ഇങ്ങനെ വന്നാണ്ടല്ലോ നമ്മൾ ആ വരുന്ന സമയത്ത് ഇത് കഴിക്കുമ്പോൾ നമ്മൾ വയറ് നല്ലൊരു തണുപ്പാണ് കിട്ടില്ല. എന്ത് തണുപ്പാണെന്ന് അറിയാം. നല്ല രസം. സ്ട്രോബെറി അല്ല, സ്ട്രോബെറി നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറിൻ്റെ ഇത് പൊടി അത് ഇതിൽക്കിട്ട് കലക്കി കൊടുക്കുക. തണുപ്പിക്കാൻ മാങ്ങ മുറിച്ചതാ എന്ത് മുറിച്ചതാണ് കിട്ടുക, എന്ത് ഫ്രൂട്ടാണ് നമ്മൾക്ക് ഇതിൽ ഇട്ട് കൊടുക്കട്ടെ. നല്ല രസം കഴിക്കാൻ. നല്ലൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. മറക്കരുത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ചൂടത്ത് കഴിക്കാൻ നല്ല സുഖമാണ്. നല്ല തണുപ്പിച്ച് കഴിക്കണം. തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഫേവറേറ്റ് വരുള്ളൂ ടേസ്റ്റ്. ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്കും കമൻസും ഒക്കെ അറിയിക്കിട്ടാ.